വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. വിളിച്ചവനെന്നും വിശ്വസ്തനല്ലോ, വാക്കുമാറാത്ത ദൈവമല്ലോ. വാനവും ഭൂമിയും മാറിപ്പോയിടിലും തന്തയെന്നും മാറുകില്ല. വാനവും ഭൂമിയും മാറിപ്പോയിടിലും തന്തയെന്നും മാറുകില്ല. മാറുകില്ല, മറയുകില്ല, തന്തയെന്നും മാറുകില്ല. മായുകില്ല, മറയുകില്ല, തന്തയെന്നും മാറുകില്ല. ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. Moreover, it is required in stewards that one be found faithful. നമ്മുടെ വീട്ടുകാര്യങ്ങൾ നോക്കുവാനോ അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾക്ക്, ബിസിനസ് ആകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആകട്ടെ, അതിന് മേൽനോട്ടം വഹിക്കുവാനാക്കി വെക്കുന്നവരെയാണല്ലോ നാം ഗ്രഹവിചാരകൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ എന്നൊക്കെ പറയുന്നത്. നമുക്ക് വിശ്വാസമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മോട് വിശ്വസ്തത കാണിക്കാത്ത ആരെയെങ്കിലും ആ സ്ഥാനം നാം ഏൽപ്പിക്കുമോ? അതേ സംഗതി തന്നെയാണ് പൗലോസ് ഈ വാക്യത്തിൽ കൂടെ അറിയിക്കുന്നത്. ഗ്രഹവിചാരകന്മാർ വിശ്വസ്തരായിരിക്കണം. അവരാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. കാര്യസ്ഥൻ അവിടുത്തെ നേതാവും മേൽനോട്ടക്കാരനും ഒക്കെ ആണെങ്കിലും അവന് മുകളിൽ ഒരു യജമാനനുണ്ട്. ആ യജമാനന് നിശ്ചയമായും കണക്ക് കൊടുക്കേണ്ടതുമാകുന്നു. ദൈവം നമ്മെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കിയിരിക്കുന്നു. ദൈവം ധാരാളം നന്മകളും കഴിവുകളും ദാനങ്ങളും ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇവ കൈകാര്യം ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തം ഓരോ മനുഷ്യർക്കുമുണ്ട്. സങ്കീർത്തനം 24:1 പറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. നമ്മെ ആക്കി വെച്ചിരിക്കുന്നിടത്ത് മാനുഷിക നിയമത്തിൽ നമുക്ക് യജമാനന്മാരുണ്ട്. എന്നാൽ അതിനുപരിയായി ദൈവമാണ് നമ്മുടെ യജമാനൻ. ഈ യജമാനൻ താൻ ആക്കി വെച്ച കാര്യസ്ഥൻ വിശ്വസ്തനാണോ എന്ന് അന്വേഷിക്കും. വിശ്വസ്തത എന്ന് പറയുമ്പോൾ വിശ്വാസ്യതയുടെയും ആശ്രയത്വത്തിന്റെയും ഒരു ബോധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. വിശ്വസ്തത എന്നത് ദൈവീക ഗുണമാകുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ ദൈവീക ഗുണമായ വിശ്വസ്തതയും നൽകിയിരിക്കുന്നു. സങ്കീർത്തനം 36:5 ദാവീദ് എഴുതിയിരിക്കുന്നത്, യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. 1 കൊരിന്ത്യർ 1:9 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നമ്മെ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ദൈവം നമുക്ക് ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട്. നമുക്ക് തന്ന വിദ്യാഭ്യാസം, ജോലി, കുടുംബം, മക്കൾ, സാമ്പത്തിക നന്മകൾ, ആരോഗ്യം എന്ന് വേണ്ട നമ്മുടെ ജീവിതത്തിലുള്ള സകലതും ദൈവം തന്ന നന്മകളാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ ഗ്രഹവിചാരകത്വം എങ്ങനെയിരിക്കുന്നു? നാം വിശ്വസ്തരാണോ? ഞാനും നിങ്ങളും ശോധന ചെയ്യേണ്ട കാര്യമാണിത്. കോരഹപുത്രന്മാർ 85 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. ദൈവത്തിന് വിശ്വസ്തരായ കാര്യസ്ഥന്മാരോട് കരുണയുണ്ട്, കടമയുണ്ട്. പൗലോസ് പറഞ്ഞിരിക്കുന്നു, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദൈവം നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും ദൈവം നിവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. നമ്മളിലുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. വിശ്വസ്തതയ്ക്ക് പ്രതിഫലമുണ്ടെന്ന് യേശു കർത്താവ് പഠിപ്പിച്ച താലന്തുകളുടെ ഉപമയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി 25:14 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ തന്റെ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്തു എന്നെഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിവിനനുസരിച്ചാണ് ദൈവം നമുക്ക് താലന്തുകൾ തന്നിരിക്കുന്നത്.
നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ നമുക്ക് വ്യാപാരം ചെയ്യാം. യജമാനൻ കണക്ക് നോക്കുമ്പോൾ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള വാക്കുകൾ കേൾക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷകനേശു അവതരിച്ചു, ഇക്ഷിതിയെന്നും വെളിച്ചമേകാൻ. രക്ഷകനേശു അവതരിച്ചു, ഇക്ഷിതിയെന്നും വെളിച്ചമേകാൻ. കാൽവരിക്രൂശിൽ ചിന്തിയ രക്തം പാപങ്ങൾക്കെല്ലാം മോചനമായി. കാൽവരിക്രൂശിൽ ചിന്തിയ രക്തം പാപങ്ങൾക്കെല്ലാം മോചനമായി. മോചിതനായി മോചകനായി പാപങ്ങൾക്കെല്ലാം മോചനമായി. മോചിതനായി മോചകനായി പാപങ്ങൾക്കെല്ലാം മോചനമായി.